കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരെ എന്ന് തീരുമാനിക്കാനുള്ള നിർണായകമായ ചർച്ചകൾ ദില്ലിയിൽ തുടരുകയാണ്. 4 മണിക്ക് പ്രിയപ്രേക്ഷകരെ 4 മണിക്ക് തുടങ്ങിയ ചർച്ചകളാണ്. കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 4 നേതാക്കൾ മല്ലികാർജ്ജുന ഖാർഗെ, ദീപാദാസ് മുൻഷി, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ മണിക്കൂറുകൾ നീളുന്ന ചർച്ചയിലാണ്. പോയ മണിക്കൂറുകളിലെല്ലാം നമ്മൾ അതിന്റെ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയുമാണ്. ഈ ചർച്ചകളിൽ കണ്ടുനട്ട് KPCC ആസ്ഥാനത്ത് നേതാക്കൾ എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ട്. കേരളത്തിലെ അടുത്ത കോൺഗ്രസ് മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച വിവരത്തിന് വേണ്ടി കാതോർത്തിരിക്കുകയാണ്, പ്രഖ്യാപനത്തിന് കാതോർത്തിരിക്കുകയാണ് കേരളം എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബൽ, ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക്, ഒരു സമവായത്തിലേക്ക് എത്താൻ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. മധു, ഏറെക്കുറെ 3 മണിക്കൂറിലേക്ക് ചർച്ച നീളുകയാണ്. 7 മണിയോടെ എത്തുമ്പോൾ 3 മണിക്കൂറാവും. ഇതുവരെ സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇത്തരത്തിൽ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോഴും നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി സജീവമായി തന്നെ രംഗത്ത് നിൽക്കുന്നു. അത് KC വേണുഗോപാൽ ആകട്ടെ, VD സതീശനാകട്ടെ, രമേശ് ചെന്നിത്തലയാകട്ടെ, ഈ 3 നേതാക്കളും മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്ന അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായി ചർച്ചകൾ നീണ്ടുപോവുകയും ചെയ്തു. നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ടപ്പോൾ പോലും ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാകുന്നു. പല നേതാക്കളും, പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് അടക്കം ഒഴിവാക്കണം നിലപാടിലേക്ക് നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ഹൈക്കമാൻഡ് ഈ ഘട്ടത്തിൽ പൂർണ്ണമായും വഴങ്ങിയിട്ടില്ല. ഇപ്പോഴും KC വേണുഗോപാൽ തന്നെയാണ് മുൻഗണന എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ചർച്ചകൾ പൂർത്തിയാകാത്തത്. ഹൈക്കമാൻഡ് KCക്ക് പകരം മറ്റൊരു പേരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണെങ്കിലും ചർച്ചകൾ അവസാനിക്കേണ്ടതുമാണ്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ വാദപ്രതിവാദങ്ങളൊക്കെ തുടരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവകാശവാദങ്ങളും പ്രത്യേകിച്ച് MLA-മാരുടെ പിന്തുണ അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KC വേണുഗോപാൽ സജീവമായി തന്നെ ഇപ്പോഴും രംഗത്തേക്ക് നിൽക്കുന്നു. VD സതീശനാകട്ടെ ജനങ്ങളുടെ വികാരം മാനിക്കണം, അതോടൊപ്പം തന്നെ വിജയത്തിന്റെ ഒരു മേന്മ ഇല്ലാതാക്കിയത് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ഒപ്പം കൃത്യമായി തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നീക്കങ്ങളിൽ തന്റെ രാഷ്ട്രീയ അനുഭവം, അതോടൊപ്പം തന്നെ ഭരണരംഗത്തെ പരിചയം അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കണം എന്നാണ് രമേശ് ചെന്നിത്തലയും അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു സമവായ ഫോർമുല 3 നേതാക്കളെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇതിലൊരാൾ മുഖ്യമന്ത്രിയാകുമ്പോൾ ബാക്കി 2 നേതാക്കൾക്കും അതിന് ഈക്വൽ അല്ലെങ്കിൽ പോലും ഒരു കൃത്യമായ ഒരു സമവായ ഫോർമുല അവർക്ക് മുന്നിൽ അവതരിപ്പിച്ച് അവരെ അനുനയിപ്പിക്കേണ്ടതുണ്ട്. എതിർസ്വരം എന്താണെങ്കിലും പുറത്തേക്ക് വരാൻ ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നില്ല. ആ പശ്ചാത്തലത്തിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് സമവായം ഉണ്ടാക്കി ഒറ്റ പേരിൽ പ്രഖ്യാപനം കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം ആരൊക്കെ വഴങ്ങേണ്ടി വരും എന്നാണ് നമുക്ക് അറിയാനും കഴിയേണ്ടത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും KC വേണുഗോപാൽ തന്നെ മുൻഗണന ഉണ്ട് എന്നുള്ളതാണ്. ആ ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ചർച്ചകൾ അങ്ങനെയാണ്. KCക്ക് വേണ്ടി ഹൈക്കമാൻഡ് കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. ഘടകകക്ഷികളുടെ സമ്മർദ്ദം അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കോൺഗ്രസിന്റെ തീരുമാനം അവരെ അറിയിക്കുക. കാരണം കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. ഇപ്പോൾ ഒരു കീഴ്വഴക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും സമാനമായി തന്നെ ഈ പറഞ്ഞതുപോലെ മറ്റ് ഘടകകക്ഷികളൊക്കെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാകണം എന്ന് തീരുമാനിക്കേണ്ട സാഹചര്യം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ അത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ ആരായിരിക്കണം ഭരണരംഗത്ത് ഉണ്ടാകേണ്ടത് എന്ന് മറ്റ് ഘടകകക്ഷികളൊക്കെ തീരുമാനിക്കുന്ന സാഹചര്യം ഉണ്ടാവുക. കീഴ്വഴക്കമൊക്കെ വലിയ തരത്തിൽ പിന്നീട് പ്രതിസന്ധികൾ ഉണ്ടാക്കും. ഇതാണെങ്കിലും അതിലേക്കൊന്നും പോകാതെ ഘടകകക്ഷികളടക്കം UDF-ലെ മുസ്ലിം ലീഗ് അടക്കമുള്ള എല്ലാ കക്ഷികളെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനം, അത് KC വേണുഗോപാൽ തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോഴും മുന്നിൽ തന്നെ ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഹൈക്കമാൻഡ് ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നറിയാൻ കഴിയുന്നതാണ്. ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം. 7 മണിക്ക് ചർച്ചകൾ അവസാനിക്കാനുള്ള സാധ്യത ഉണ്ട് നേരത്തെ റിപ്പോർട്ട് ഉണ്ടായത്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഏറെക്കുറെ 3 മണിക്കൂറിലേക്ക് അടുത്തിരിക്കുന്നു ചർച്ചകൾ. ഇനിയും ചർച്ചകൾ നീണ്ടുപോകുമോ? പല ഘട്ടങ്ങളിലും കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രി ചർച്ചകൾ പുലർച്ചെ വരെയൊക്കെ നീണ്ടുപോയ സാഹചര്യമുണ്ട്. 1 മണി 2 മണി വരെയൊക്കെ നീണ്ടുപോയ ചരിത്രമുണ്ട്. എന്താണെങ്കിലും അത്രയും നീണ്ടുപോകില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ചർച്ചകൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 3 നേതാക്കളും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി സജീവമായി തന്നെ രംഗത്തേക്ക് ഉണ്ട്. രംഗത്ത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെ തുടരുകയും ചെയ്യുകയാണ്. മാധു, നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും മണിക്കൂറുകളായിട്ട് ഒരു തീരുമാനം പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിനകം തീരുമാനം എന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് പോലും മണിക്കൂറുകൾ പിന്നിടുകയാണ്. എത്രയും പെട്ടെന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രി ആരെ എന്ന പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് അണികൾ എല്ലാവരും തന്നെ. ഇന്ന് വൈകുന്നേരം പോലും വലിയ പ്രതിഷേധങ്ങളും ശക്തിപ്രകടനങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആർക്കെങ്കിലും അനുകൂലമായ അത്തരം പ്രകടനങ്ങളെയും മുദ്രാവാക്യങ്ങളെയും വെറും ബഹളങ്ങളായി മാത്രമാണ് കണക്കാക്കുന്നത് എന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കുകയാണ്. അതിനനുസരിച്ചൊരു തീരുമാനമെടുക്കുകയല്ല. MLA-മാരുടെ വികാരമാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ വികാരം എന്നാണ് KC വേണുഗോപാൽ ഈ ചർച്ചയിൽ ഹൈക്കമാൻഡിന് മുന്നിൽ വാദമായി ഉന്നയിച്ചത്. MLA-മാരുടെ ആനുകൂല്യം തനിക്കാണ്, പിന്തുണ തനിക്കാണ് എന്ന വാദം കൂടി KC വേണുഗോപാൽ ഈ ചർച്ചയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നതാണ്. സീനിയോറിറ്റി പരിഗണിക്കണമെന്ന ആവശ്യത്തിൽ ഇപ്പോഴും ചെന്നിത്തല ഉറച്ചു നിൽക്കുകയാണ്. സോണിയാഗാന്ധി ഇടപെടണം എന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടു. പക്ഷേ അത് നടപ്പിലായില്ല എന്നതും വ്യക്തമാണ്.
വി ഡി സതീശൻ ഇപ്പോഴും കടുത്ത നിലപാടിൽ തന്നെയാണ് തുടരുന്നത്. കെ സി വേണുഗോപാലാണ് മുഖ്യമന്ത്രിയെങ്കിൽ അദ്ദേഹത്തിന് പറവൂരിൽ മത്സരിക്കാമെന്ന കടുത്ത നിലപാട് വി ഡി സതീശനും മുന്നോട്ട് വെക്കുകയാണ്. ചർച്ചകൾ തുടരുകയാണ്.